ബോസ് പറഞ്ഞ കുട്ടി അത് തന്നെ. അല്ല പൊക്കിക്കോ. നിങ്ങളുടെ പുന്നാരമകൾ ഇപ്പോൾ ഞങ്ങളുടെ കസ്റ്റഡിയിലാണ്. അവളെ വിട്ടുകിട്ടണമെങ്കിൽ ഞങ്ങൾക്ക് 10 ലക്ഷം രൂപ തരണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുമകളുടെ ചിതറിത്തെറിച്ച ശരീരഭാഗങ്ങളായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഇടി, അയാൾ കാളു മാറിയതാണ്. മനസ്സിലായല്ലോ. ഇനി നിങ്ങൾക്ക് നല്ലത് പണം തന്ന് കുട്ടിയെ തിരിച്ചു വാങ്ങുന്നതാണ്. ഓഹോ, അങ്ങനെയാണല്ലേ. 10 ലക്ഷം പോയിട്ട് 10 പൈസ പോലും തരില്ല. നിങ്ങൾ കുഞ്ഞിനെ എന്തു വേണമെങ്കിലും ചെയ്തോ. എടാ, നീ ഏത് നമ്പറിലേക്കാ വിളിച്ചത്? ബോസ്, അതേ നമ്പറിലേക്കാണ് ബോസ്. എന്നിട്ടെന്താ അവൻ പണം തരില്ല എന്ന് പറഞ്ഞത്? കുഞ്ഞിനെ വേണ്ടാതും. നിങ്ങൾക്ക് വീട് മാറിപ്പോയോ? ഇല്ല ബോസ്. ഹലോ, നിങ്ങൾ വീട് പരിശോധിക്കുക. നിങ്ങളുടെ കുഞ്ഞുമകൾ ഞങ്ങളുടെ കയ്യിൽ കിടന്ന് പിടയുകയാണ്. വച്ചിട്ട് പോടാ. രാവിലെ തന്നെ ആളെ മെനക്കെടുത്ത് ഇറങ്ങിക്കോളൂ. എടാ, ഫോൺ കട്ട് ചെയ്തു. അതെങ്ങനെയാണ് ബോസ്? ഇന്നലെയല്ലേ ഞാൻ ഫോൺ ബില്ലടച്ചത്. ഓ, അതല്ല, അയാൾ ഫോൺ വെച്ചു. അതെന്താ ബോസ്? കുട്ടി അവിടെ ഉണ്ടെന്നാ തോന്നുന്നത്. പിന്നെ ഈ ചാക്കിനകത്ത് ആരാടാ? ആരാ ബോസ്? കെട്ടഴിക്കടാ. പണി പാളി, ആള് മാറി. അതെ ബോസ്, ആള് മാറി, പണി പാളി. മണ്ടന്മാർ, നിങ്ങളെയൊക്കെ ഈ പണി ഏൽപ്പിച്ച ഞാനാ വിഡ്ഢി. അതെ ബോസ്, അതെ. വെള്ളം, വെള്ളം. ശബ്ദിക്കരുത്. അയ്യോ, ഞാൻ എവിടെയാ? നിങ്ങളൊക്കെ ആരാ? നീ ഏതാ? ഓ, ഇതറിയാനാണോ ചാക്കി കെട്ടി കൊണ്ടുവന്നത്? പറയടാ, പറയടാ. ഞാൻ മുതലാളിയുടെ വീട്ടിലെ വേലക്കാരനാ. ഓ, നശിപ്പിച്ചു. ഇത്ര കഷ്ടപ്പെട്ട് ഇവനെയാണോ തട്ടിക്കൊണ്ടുവന്നത്? എടുത്ത് കളഞ്ഞേക്ക് കടലിലേക്ക്. നാശം. അയ്യോ, എന്നെ കൊല്ലല്ലേ. ഞാനൊരു പാവം വേലക്കാരനാണ്. മിണ്ടരുത്. ബോസ് പറഞ്ഞതാ. നിന്നെ ഇപ്പൊ തന്നെ കടലിലെറിയും. അല്ലെങ്കിൽ വേണ്ട, നമുക്കൊരു വേലക്കാരന്റെ കുറവില്ലേ? നമുക്ക് പിന്നെ വേലക്കാരനാക്കാം. ബോസ്, ഇവനെ വേലക്കാരനാക്കിയ ഞങ്ങൾക്കെന്താ ജോലി? നിർത്തടാ. കിഡ്നാപ്പേഴ്സിന്റെ മാനം കെടുത്താൻ ഇറങ്ങിക്കോളും കഴുതകൾ. നിങ്ങളെയൊക്കെ ഈ പണിയേൽപ്പിച്ച ഞാനാണ് വിഡ്ഢി. അതെ ബോസ്, അതെ അതെ. അല്ല ബോസ്, അതെ. ആ, 10 മിനിറ്റിനുള്ളിൽ ഞങ്ങൾക്കുള്ള ഭക്ഷണം പാകം ചെയ്ത് ഇവിടെ എത്തിയിരിക്കണം. ഇല്ലെങ്കിൽ കൊന്നുകളയും. ശരി യജമാനൻ ബോസ്. ഇന്നെങ്കിലും നല്ല ഭക്ഷണം കഴിക്കാം. ആവൂ. നിർത്ത്, കഴിക്കാൻ വരട്ടെ. ഇവനെ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ കഴിയില്ല. വല്ല വിഷവും കലർത്തിയിട്ടുണ്ടെങ്കിലോ? അതെ ബോസ്, അതെ. ബോസിന്റെ ബുദ്ധിയെ സമ്മതിക്കണം. ബോസ് ആദ്യം കഴിച്ചാട്ടെ. നിർത്തടാ. ആദ്യം നീ കഴിക്ക്. സൂപ്പർ ബോസ്, സൂപ്പർ. What an idea, Suchi. മര്യാദക്ക് ചെയ്യടാ കഴുതകളെ. തുടങ്ങിക്കോ.
ശരി, ആദ്യം നീ വെക്ക്. എന്താടാ ഇത്? ബോസ് അല്ല പറഞ്ഞത് തോക്ക് താഴെ വെക്കാൻ. നീ എന്താ എന്നെ പരിഹസിക്കുകയാണോ? എന്താ ബോസ് അങ്ങനെ പറഞ്ഞത്? എടാ, ആ കാണുന്ന പോയിന്റിൽ ഉന്നം വെക്കാനാ പറഞ്ഞത്. ഓ ശരി ബോസ്. ഈ തോക്ക് ശരിയല്ല ബോസ്. ശരി ശരി, ഇനി ഞാൻ നോക്കാം ബോസ്. വേലു, നീ ഈ തോക്ക് തുടച്ച് വൃത്തിയാക്ക്. വല്ല പുരോഗമനവും ഉണ്ടോടാ? തോക്കിലെ ഉണ്ട തീരുന്നുണ്ട് ബോസ്. ഓ, നീയൊക്കെ എന്റെ ശിഷ്യന്മാരാണോടാ? അതെ ബോസ്. എന്താ പെട്ടെന്നൊരു ഡൗട്ട്? എടാ മണ്ടന്മാരെ, ഇങ്ങനെ ഉണ്ട തീർക്കുന്നതല്ലാതെ എന്തെങ്കിലും നീയൊക്കെ ലക്ഷ്യത്തിൽ കൊള്ളിക്കുമോടാ? അയ്യോ, എന്റെ തല പോയേ. ലക്ഷ്യത്തിൽ കൊണ്ടു. നോക്കടാ, ബോസിന്റെ തലയിൽ. നല്ല രസം. പിടിയടാ അവനെ. എന്റെ അമ്മോ, അയ്യോ അയ്യോ അയ്യോ, രക്ഷിക്കണേ, അയ്യോ. ഓഹോ, അപ്പൊ എന്നെ പേടിയുണ്ട്. വാടാ, വാ വരാൻ. നിന്ന ഞങ്ങള്. അയ്യോ അയ്യോ, എന്താ എന്റെ കൈ പോയേ. യവന് അത് ശരി. അങ്ങനെ നമുക്ക് അയ്യോ, ഓ അയ്യോ, എടാ നിന്നെ ഞാൻ. അയ്യോ അയ്യോ അയ്യോ, എന്നെ കൊല്ലല്ലേ. ദേ ആന. രക്ഷപ്പെട്ടു. നടക്കടാ അങ്ങോട്ട്. നീ കടന്നു കളയാമെന്ന് കരുതിയോടാ? എന്നെ നോവിച്ചിട്ട് ഒരു ഉറുമ്പ് പോലും രക്ഷപ്പെട്ടിട്ടില്ല. പിന്നെയാ നീ. ഞാൻ പറഞ്ഞില്ലേ ബോസ് ഇവനെ പൊക്കുവെന്ന്. ഞാനും അതെന്നാ പറഞ്ഞ ബോസ്. നിർത്ത്. ഇവനെ പിടിച്ച് തടവറയിലേക്ക് തള്ളിയിട്. അനുഭവിക്കട്ടെ അവൻ. ഇവനെ തടവറയിലാക്കിയ അടുക്കളപ്പണി ആരെടുക്കും ബോസ്? നിനക്കൊക്കെ എന്താ പണി? പറഞ്ഞതനുസരിച്ചാ മതി. അയ്യോ അയ്യോ അയ്യോ, എന്നെ കൊല്ലാൻ കൊണ്ട് പോകുന്നേ. അങ്ങോട്ട് നടക്കടാ. അയ്യോ, ആരെങ്കിലും ഒന്ന് ഓടി വരണേ. ഉണ്ടാ നടക്കടാ, നിന്നെ ആര് രക്ഷിക്കാനാ? അവിടെ കിടക്കടാ. വല്ല പാമ്പോ വഴുതാരയോ ബാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ വരാം. നിങ്ങളെ ഞാൻ നീ ഏതാ? ഞാൻ പറ, ആരാ? ഞാൻ വേലക്കാരനാ, വേലു. നീ എങ്ങനെ ഇവിടെ? എന്നെ തട്ടിക്കൊണ്ടു വന്നതാ. നിന്നെയോ? എന്തിന്? മുതലാളിയുടെ മോളെ തട്ടിക്കൊണ്ടുവരാനായിരുന്നു പദ്ധതി. ആള് മാറിപ്പോയതാ. അങ്ങേ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അങ്ങെങ്ങനെയാ ഈ തടവറയിൽ? നിന്നെപ്പോലെ തന്നെയാ, പക്ഷേ ആള് മാറിയതല്ല. 2 ആഴ്ചകൾക്ക് മുമ്പ് തട്ടിക്കൊണ്ടുപോയ മുഖ്യമന്ത്രിയെ അറിയാമോ? ആ, ടിവിയിൽ കണ്ടിട്ടുണ്ട്. ആ നിർഭാഗ്യവാനാ ഞാൻ. പണത്തിന് വേണ്ടി
എന്റെ ജീവന് വില പറഞ്ഞ് തട്ടിക്കൊണ്ടുവന്നതാ ആ ദ്രോഹികൾ. ഓ, മുഖ്യമന്ത്രി! ആദ്യമായിട്ടാ ഞാനൊരു മുഖ്യമന്ത്രിയെ നേരിട്ട് കാണുന്നത്. ആ, സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. എന്നെ ഇവിടെ നിന്ന് രക്ഷപ്പെടുത്താൻ നിനക്കേ കഴിയൂ. അയ്യോ, അതിന് ഞാൻ ഇവിടുന്ന് രക്ഷപ്പെടണ്ടേ സാറേ? ദൈവം എന്തെങ്കിലും വഴികാട്ടി തരും. നീ ആദ്യം ഈ പൂട്ട് തകർക്കാമോന്ന് നോക്ക്. ഇവിടെ എവിടെയോ വെള്ളമൊഴുകുന്ന ശബ്ദം കേൾക്കാറുണ്ട്. ചിലപ്പോൾ ആ വെള്ളം ചെന്ന് ചേരുന്നത് ഈ ഗുഹയുടെ പുറത്തായിരിക്കും. ദേ, ഒരു പാമ്പ്. അയ്യോ, എവിടെ? അയ്യോ! മന്ത്രി എവിടെ? സാറേ, സാറേ! വേലു, വേലു, ഇത് ഞാനാ. വേഗം വാ, രക്ഷപ്പെടാനൊരു വഴിയുണ്ട്. എന്ത് വഴി? വാ, കാണിച്ചു തരാം. വേലു, ഒരു ലക്ഷ്യവുമില്ലല്ലോ. ദൂരെ എന്തോ കാണുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് തുഴയാം. ശരി, ശരി. അയ്യോ സാറേ, അതൊരു കപ്പലാ. വേലു, ദാ നോക്കൂ, ഒരു പച്ചപ്പ് കാണുന്നു. അതെ അതെ, അത് കര തന്നെ.